ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഇന്ന് നമുക്കൊരു മുടിയാളിയിൽ കണ്ടാലോ? എൻ്റെ സിസ്റ്ററിൻ്റെ മോള് ആദിലൊക്കെ ഒരു കുഞ്ഞു ബേബി ബോയ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആളുടെ മുടികളയിലാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ബേബിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയക്കേണ്ട കുറച്ച് പ്രൊഡക്ട്സാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. കുഞ്ഞു ബേബീസ് ഉള്ളവർക്കൊക്കെ അറിയാം, ഈ ബേബീസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്തു വെക്കലും മടക്കി വെക്കലും സെറ്റാക്കലൊക്കെ വേറെ തന്നെ ഒരു പണിയാണല്ലോ. അപ്പോൾ അത് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ ഒരു സ്റ്റോറേജ് ബോക്സ്, പിന്നെ ഒരു ലോണ്ട്രി ബാസ്ക്കറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഒരു 7 മണിയായപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങാണ് കേട്ടോ. നമ്മൾ പോകുന്നത് തിരൂരിലേക്കാണ്. അവിടെ അവരുടെ വീടെന്ന് പറഞ്ഞാൽ ശരിക്കും സെൻറ്റർ ഓഫ് ദി ടൗണിലാണ്. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെയും ബസ് സ്റ്റാൻഡിൻ്റെയും അവിടുത്തെ മാർക്കറ്റിൻ്റെയും ഒക്കെ ഉള്ളിലായിട്ടാണ്. അപ്പോൾ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ അവിടെ ഫുൾ ഓൺ ആകും. അതിൻ്റെ മുന്നേ തന്നെ അവിടെ എത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലിക്കറ്റിൽ നിന്ന് രണ്ടത്താണിയിലേക്ക് പോകുന്ന വഴി മാമ്പുഴ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ടോൾ വരുന്നത്. ഇവിടുത്തെ ടോൾ ബൂത്തൊക്കെ അവർ കൊട്ടാരം പോലെ പണിതെടുക്കുന്നുണ്ട്. മുകളിൽ ഇതുപോലെ താമസിക്കാനുള്ള സ്പേസൊക്കെ ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആകെയുള്ളൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ ടോളും എടുക്കേണ്ടി വരും ഇനി. എന്തായാലും നല്ല റോഡൊക്കെ വരട്ടെ അല്ലേ. അപ്പോൾ നമ്മൾ തിരൂർ ഏകദേശം എത്തിക്കഴിഞ്ഞു. അതേ ആദ്യം ഈ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. അങ്ങനെ നേരെ പോയി കഴിഞ്ഞ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ ആട്ടോ നമുക്ക് വീട്ടിലേക്ക് പോകേണ്ടത്. രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ആയിട്ടില്ല. നമ്മൾ കാലിക്കറ്റിൽ നിന്ന് പുറപ്പെട്ടതൊരു 7 മണിയൊക്കെ ആയപ്പോഴാട്ടോ. ഓൾമോസ്റ്റ് 8 മണിയായപ്പോഴത്തേക്ക് നമ്മളിവിടെ തിരൂരെത്തിയിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റ് ഞാൻ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ കണ്ടിട്ടേ ഇല്ല, മുടികളയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ. പക്ഷേ മലപ്പുറത്തേക്ക് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എസ്പെഷ്യലി ഫസ്റ്റ് ബേബിയൊക്കെ ആണെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ നടത്തണം എന്നാണ്. അപ്പോൾ നമ്മൾ ഏകദേശം തിരൂർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് തിരൂർ മാർക്കറ്റ്. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നമ്മളുടെ റെയിൽവേ സ്റ്റേഷനും വരുന്നത്. സാധാരണ ഒരു 9 മണി 10 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. കാരണം ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഫോറിൻ മാർക്കറ്റും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേയും കൂടെ വരുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഏതായാലും നമ്മൾ ഏകദേശം വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ ഫുൾ ഇവരുടെ റിലേറ്റീവ്സ് തന്നെ ആയതുകൊണ്ട് കാർ പാർക്കിങ്ങിനൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ. എല്ലാവരെയും വീട്ടിലൊക്കെയാണ് നമ്മൾ കയറ്റിയിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരവനുള്ള പോത്തിനെയൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. എന്തായാലും പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല, പ്രിപ്പറേഷൻസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുഞ്ഞു ബേബിനെ ഒന്ന് പോയി നോക്കിയാലോ. ഇപ്പോഴത്തെ നല്ല മുടിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളാണ് കേട്ടോ ഇന്ന് മുട്ടക്കുട്ടി ആവാൻ പോണത്. ഞാൻ ചെന്ന സമയത്ത് ബേബി പാലൊക്കെ കുടിച്ചിങ്ങനെ റാഹത്തായി കിടക്കായിരുന്നു. അങ്ങനെ തോളിലിട്ട് 2 തട്ടൊക്കെ തട്ടിയപ്പോൾ ആളങ്ങ് ഉറങ്ങിപ്പോയേ. ചിലപ്പോൾ ചെറിയ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയ തോന്നും. ചില സമയത്ത് ഭയങ്കര സഹതാപം തോന്നാറുണ്ട് കേട്ടോ. അസൂയ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആലോചിക്കും, അവർക്ക് എന്ത് സുഖമാണ്, പാൽ കുടിക്കുക, ഉറങ്ങുക, ടോയ്ലറ്റ് പോവുക, വേറെ ഒരു ടെൻഷനും ഇല്ലല്ലോ ലൈഫിൽ. ഇതിവിടുത്തെ ഉപ്പാൻ്റെ മൂത്ത ബ്രദറാണ്. ആളെ ബേബിനെ കാണിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ നമ്മൾ മുടികളിൽ ഏകദേശം തുടങ്ങാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ നേരത്തെ പറഞ്ഞ കാര്യം ഫുള്ളായില്ലല്ലോ. അപ്പോൾ അസൂയ തോന്നാനുള്ള റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. സഹതാപം തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇനി എന്തോരം പഠിക്കാനും എന്തോരം സംഭവങ്ങൾ അവർ ഗോ ത്രൂ ചെയ്യാണ്ടെന്ന് ആലോചിക്കുമ്പോൾ അവരോടൊരു സഹതാപം തോന്നാറുണ്ട്. അങ്ങനെ എല്ലാ റിലേറ്റീവ്സും എത്തിക്കഴിഞ്ഞപ്പം നമ്മൾ മുടികളികളും അതുപോലെ അരവൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ആടും വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പണിയൊക്കെ രാവിലെ തന്നെ ഫിനിഷ് ചെയ്തേ. ചില കുട്ടികളൊക്കെ മുടി കളയുന്ന സമയത്ത് ഭയങ്കര കരച്ചിലും ഭയങ്കര പ്രശ്നമാക്കലായിരിക്കും കേട്ടോ. പക്ഷെ ഇതുപോലെ നല്ലോണം ഒന്ന് ഉറങ്ങിക്കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു.
ഇന്ന് ബേബി രാവിലെ എണീറ്റതായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഉറങ്ങണത്. അതുകൊണ്ട് തന്നെ ആൾ നല്ല ഡീപ്പ് സ്ലീപ്പിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചെയ്യുന്ന ആളും അതുപോലെ ഈ പിടിച്ചു കൊടുക്കുന്ന ആളൊക്കെ അത്യാവശ്യം സ്കിൽഡ് ആവണം കേട്ടോ. അപ്പോഴേ ഈ പരിപാടി വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നടക്കുകയുള്ളൂ. ശരിക്കും പ്രസവം കഴിഞ്ഞ് 7ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് മുടി കളയണം എന്നാണ് സുന്നത്ത്. 40 ദിവസം ആവുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും കളഞ്ഞിരിക്കണം എന്നാണ്. നമുക്കിപ്പോൾ ഏകദേശം 38 ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേബി മുടിയൊക്കെ കളഞ്ഞ് കുട്ടപ്പനായി വരുമ്പോഴത്തേക്കിനും ബേബിൻ്റെ ഉമ്മ അടിപൊളി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോഴാട്ടോ നമുക്ക് എല്ലാ റിലേറ്റീവ്സിനും ഇവിടെ ഒരുമിച്ച് കാണാൻ പറ്റുക. എന്നാലും നമ്മളെ ഫാമിലിയിൽ എല്ലാവരും ഒന്നും വിളിക്കാനും പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഇത് വീട്ടിൽ വെച്ച് നടക്കുന്ന ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. പിന്നെ വലിയ ഫാമിലീസ് ആകുമ്പോൾ നമുക്ക് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ തന്നെ പോസിബിൾ ആയിട്ടുള്ള കാര്യവുമല്ല. അപ്പം നമ്മളുടെ അറവ്, മുടി കളയൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത കാര്യത്തിലേക്ക് പോവാം. പിന്നെ ഇതാണല്ലോ നമ്മളുടെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അപ്പം നമ്മളുടെ മെനു എന്താണെന്ന് അറിയണ്ടേ? പത്തിരി, പൊറോട്ട, വെള്ളപ്പം, നെയ്പത്തൽ, ബീഫ് വരട്ടിയത്, ചിക്കൻ ഫ്രൈ, മട്ടൺ സ്റ്റൂ, ചിക്കൻ കറി, വെജ് കുർമ, പിന്നെ ഒരു അടിപൊളി സാലഡും. അപ്പം മുടിയൊക്കെ കളഞ്ഞതിന് ശേഷം ബേബിനെ കുളിച്ച് കുട്ടപ്പനൊക്കെ ആക്കി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ബേബിനെയും ബേബിൻ്റെ ഉമ്മനെയൊക്കെ ഇരുത്തി നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആലോചിച്ചൊരു കാര്യം എന്താണെന്നറിയോ? ഈ ബേബി വലുതായി ഒരു 6, 7, 8 വയസ്സാവുമല്ലോ. ശരിക്കും നമുക്ക് എന്താ ഏതാന്നൊക്കെ ഒന്ന് മനസ്സിലാവണ പ്രായമാവുമ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് ആലോചിക്കായിരുന്നു. നമ്മളിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന വീഡിയോസിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ അതൊരു വേറെ ഫീലായിരിക്കില്ലേ? ശരിക്കും നമുക്ക് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള എല്ലാ മൊമെൻറ്റ്സും കീപ്പ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഇത്. അങ്ങനെ മുടികളയിലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ ആളെ ഉറക്കമൊക്കെ പോയിട്ടോ. കണ്ണൊക്കെ തുറന്നിങ്ങനെ എല്ലാവരും നോക്കി കിടക്കുമായിരുന്നു. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ റിലേറ്റീവ്സും നൈബേഴ്സൊക്കെ ആണ് കേട്ടോ. ഇവരൊക്കെ എനിക്ക് കാലങ്ങളായിട്ടുള്ള പരിചയമാണ്. അപ്പോൾ കുറേ നേരം അവിടെയൊക്കെ നിന്ന് അവരൊക്കെ ആയിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇനി നമ്മളുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ പൊറോട്ടയും മട്ടൺ സ്റ്റൂ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ സാലഡും അടിപൊളിയായിരുന്നു. പൊതുവേ ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും പോകുമ്പോൾ ഞാൻ തീരെ കഴിക്കാത്തൊരു സാധനം വെള്ളപ്പാണ്. വെള്ളപ്പത്തിൽ എനിക്ക് എപ്പോഴും ഒരു ബേക്കിംഗ് സോഡൻ്റെ ടേസ്റ്റ് വരും. അതല്ലാതെ ഞാൻ വെള്ളപ്പം കഴിക്കുന്ന ഒരേ ഒരു സ്ഥലം കാലിക്കറ്റിലെ പാരഗണാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മായികളും മൂത്തമ്മമാരൊക്കെ ആണ്. ഫുഡ് കഴിക്കാൻ ഒരു അരമണിക്കൂറാണെങ്കിലും നമ്മളൊരു 1.5 മണിക്കൂർ അവിടെ ഇരുന്നിട്ടാട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ കൂടുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടാവുമല്ലോ. എസ്പെഷ്യലി ഇപ്പോൾ അജ്വ 8th സ്റ്റാൻഡേർഡിലേക്ക് ആവുന്നതുകൊണ്ട് ഞാൻ അവളെ ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണേ. വയനാട്ടിൽ വൈസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് അവൾ ചേരാൻ പോണത്. പിന്നെ നമ്മളുടെ ചില കസിൻസിന് ആണ്ടിലൊരിക്കൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോഴേ കിട്ടുള്ളൂ. അങ്ങനെ ഒരാളാണ് കേട്ടോ ഇത്. എൻ്റെ അമ്മായിൻ്റെ മോനാണ് അർഷാദ്. അപ്പോൾ നമ്മളുടെ പരിപാടിയൊക്കെ ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട്. കാലിക്കറ്റ് പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് രണ്ടത്താണി പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. രണ്ടത്താണിയിൽ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അവിടെ വേറെ തന്നെ ഒരു കഥയാണ്. റോഡ് പണീൻ്റെ ഭാഗമായിട്ട് അവിടെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. നമ്മളുടെ കാറ് കഷ്ടിച്ച് കയറാൻ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ കേട്ടോ. സോ ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.